പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല ക്രിസ്മസ് ദിനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമായ പിതാവേ, പിതാവ് പുത്രനെ നൽകുവാൻ തക്കവണ്ണം, ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച ഒരു പിതാവുള്ളതിനായ സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളോട് കർത്താവ് സംസാരിക്കണം, അടിയിലൂടെ സംസാരിക്കണം, കുറവുകളെ കർത്താവ് പരിഹരിക്കണം. മിശിഹാ തമ്പുരാന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അകത്തോട്ട് കയറിയില്ല, അതിന് കയറി പോയി. ഇനി കയറിപ്പോലെ ഫ്രണ്ട് സീറ്റ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അച്ഛനെ ഓർത്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇരിക്കാനായിട്ട്. ഇന്നലെ 3 മണി തൊട്ടുള്ള നടപ്പാണ്, അല്ലെങ്കിൽ ഉറക്കം ഉളച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. അച്ഛന് പറയുന്ന ദർശനമായിട്ടൊന്നും നിങ്ങൾ കാണരുത്, അത് ഉറക്കളപ്പിന് കുഴപ്പമായിരിക്കും. ഉറക്കളപ്പിന്റെ കാര്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാനായിട്ട് ദൈവമക്കളെ എന്നാ ചെയ്യണം? പോലീസ് തരാം, പ്രാർത്ഥിക്കണം. ആരെ ഓർത്ത്? അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുകയാണ്. കടന്നു വന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഇന്നലെ നമ്മുടെ പേരും കുറെ അധികം പേര്, 10-75 പേരുണ്ടായിരുന്നു. ലാസ്റ്റ് വന്നപ്പോൾ 10-20 പേരായെങ്കിലും 10-75 പേര് ഭവനം കയറുവാനായിട്ട് കടന്നു വന്നു. ആ ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവെക്കുവാനായിട്ട്, പാടുവാനായിട്ട് അവിടെ കടന്നു വന്നു. വളരെ സന്തോഷം. നിങ്ങളുടെ ആ ഫെലോഷിപ്പിനായിട്ട്, കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ക്രിസ്മസ്? പല രീതിയിലുള്ളതായിരിക്കുന്ന മെസ്സേജുകൾ ക്രിസ്മസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കേട്ടു. ക്രിസ്തു ജനിച്ചത് വലിയൊരു കുഴപ്പം. ക്രിസ്തു ജനിച്ചത് ഡിസംബർ മാസം 25 അല്ല എന്ന് ഇപ്പോഴേകദേശം എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ എനിക്ക് ഭൂമിട്ട പോലെ ശബ്ദം വന്നു കഴിഞ്ഞാൽ ധ്യാനം പേടിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഉറങ്ങാൻ താഴെ വീണ് കഴിഞ്ഞാൽ ദർശനം കണ്ട് താഴെ വീണൊന്നുമല്ല. പിന്നെ പറയാ ഉറക്കം കൊണ്ട് താഴെ വീണു. അപ്പൊ ഇത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന എനിക്ക് കുറെ ടെൻഷൻ. ഓക്കെ, ക്രിസ്തു ജനിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഏത് ദിവസം ജനിച്ചു എന്നുള്ളതല്ല. പഴയ നമ്മുടെ ആളുകൾക്കെല്ലാം മിക്കവാറും ഒരല്പം ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കെല്ലാം തന്നെ കാണാൻ സാധ്യതയുള്ള ഒന്നാണ് 2 ഡേറ്റ് ഓഫ് ബർത്ത്. അല്ലെ? അങ്ങനെയുള്ളവരാരും ഉണ്ടോ? നിങ്ങൾ സത്യം പറയത്തില്ല, എന്താണ് അങ്ങനെ? കൈ വെക്കാൻ എല്ലാവരും കേൾക്കും. പിന്നെ ഇതിൽ ഏതാണ് ഒറിജിനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്കൂളില് വയസ്സൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് ഇട്ട ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഒറിജിനൽ ഒന്നുണ്ട്. ഈ ഡേറ്റിനല്ല പ്രാധാന്യം, ജനിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം. ഞാൻ വളരെ വേഗത്തിൽ 3 പോയിന്റ് മാത്രം പറഞ്ഞ് അതിന്റെ ഹെഡിങ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കും. ക്രിസ്മസ് എന്ന് പറയുന്നത് അസാധ്യതകളുടെ സാധ്യതയാണ്. ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ കാര്യം സംഭവിച്ച ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് വിസ്മയകരമായി തീർന്നത് അതുകൊണ്ടാണ്. ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് കരുതിയ ചില കാര്യങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ആശ്ചര്യമായിട്ട് നമുക്ക് തോന്നും. എന്തൊക്കെ 10ാം ക്ലാസ് ജയിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, എല്ലാവരും ഏകദേശമൊക്കെ എല്ലാവരും ജയിച്ചു. 10ാം ക്ലാസ് ജയിച്ചു, നമ്മുടെ പേര് എവിടെയാ നോട്ടീസ് ബോർഡിൽ കാണുമ്പോ ഒരു ആശ്ചര്യം തോന്നും. എടാ, ഞാനും ജയിച്ചു. സാധ്യതകളില്ലായിരുന്നു. ഇവിടെ കർത്താവിന്റെ ജനനമെന്ന് പറയുന്നത് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുന്ന ഒരു സന്ദർഭമാണ് കർത്താവിന്റെ തിരുജനനം. ജെയിംസ് ഇർവിൻ എന്ന തത്വചിന്തകൻ പറഞ്ഞത്, മനുഷ്യൻ ചന്ദ്രനിൽ നടന്നു എന്നുള്ളതല്ല, ദൈവം ഭൂമിയിൽ വന്നു എന്നുള്ളതാണ് ആശ്ചര്യമായിട്ടുള്ളത്. മനുഷ്യൻ ചന്ദ്രനിൽ എത്തി എന്നുള്ളതല്ല, നടന്നു എന്നുള്ളതല്ല, ദൈവമഹത്വത്തിലിരിക്കുന്ന പുത്രനായിരിക്കുന്ന ദൈവം ഒരു സാധാരണ സ്ത്രീയുടെ വയറ്റിൽ പിറന്നു എന്നുള്ളതാണ്, ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ ജനനത്തിന്റെ വിസ്മയങ്ങളുടെ അതിശയങ്ങളുടെ ഒരു പരമ്പര നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാലാഖമാർ പാടുന്നു, മനുഷ്യനത് ശ്രമിക്കുന്നു, അവനത് മനസ്സിലാകുന്നു. വിദ്വാൻമാർ യാത്ര പുറപ്പെടുന്നു, മാനത്ത് അവന്റെ രാജാവിന്റെ നക്ഷത്രം കാണുന്നു. മറിയ അതൊക്കെ തന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പുരുഷനറിയാതെ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സാ സന്തോഷത്തോടെ ഏറ്റെടുത്തതായിരിക്കുന്ന മറിയെ കാണാനായിട്ട് സാധിക്കുന്നു. ആട്ടിടയന്മാര് പുറത്ത് യാഗത്തിനുള്ള ആടുകളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ അവർക്ക് പ്രത്യക്ഷമാകുന്നവർക്ക് കണ്ണുകൊണ്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അങ്ങനെ അസാധ്യമായ പല കാര്യങ്ങളുടെ ഒരു സമ്മേളനമാണ് യേശു കർത്താവിന്റെ ജനനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ജനനത്തിങ്കൽ 1-2 റിയാക്ഷൻ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. 3 കൂട്ടം ആളുകളുടെ റിയാക്ഷൻ. അതിൽ ഏത് ഗ്രൂപ്പിലെ ഞാനും നിങ്ങളും എന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് ചിന്തിച്ച് കടന്നു പോകുന്നത് നന്നായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. A time of trouble for Herod. ഒരു ശിശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ മഹാനായ ഹെരോദാവ് ഭ്രമിച്ചുപോയി, ഭയപ്പെട്ടുപോയി. യേശു കടന്നു വന്ന ഇന്നും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ഇന്നും യേശുവിനെ പകയ്ക്കുന്ന ഒരു സമൂഹത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. യേശുവിനെ വാക്കിൽ കൊടുക്കുവാനും പ്രവൃത്തിയിൽ കൊടുക്കുവാനും അവന്റെ ജീവിതത്തിലെ ഘടകം വരുത്തുവാനും ഈ 2000-ലപ്പുറം വർഷമായിട്ട് അവനെ വിശ്വസിക്കാത്തവരെല്ലാവരും കിടന്നു ശ്രമിച്ചിട്ടും ഇന്നും യേശു കർത്താവ് തലയിൽ നിൽക്കുന്നു എങ്കിൽ അത് ചില ആളുകളെ ഭയപ്പെടുത്തി കളയും. ഹെരോദാവ് മഹാനായിരിക്കുന്ന വ്യക്തിയാണ്. അവനൊരു യഹൂദനല്ല, ഏദോമിനാണ്. ഏദോമിനായിരിക്കുന്ന ഏറ്റവും വലിയൊരാളെ നമുക്ക് കാണാൻ എലയാസറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം കപ്പപ്പെടുത്തതായിരിക്കുന്ന പുരോഹിതൻ മൽക്കീസദേക്കിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവരൊക്കെ ഏദോമ്യ വംശജർ. വംശത്തിൽ പിറന്നതായിരിക്കുന്ന യഹൂദനല്ലാത്ത ശ്രേഷ്ഠനായിരിക്കുന്ന
കാരണം? ഇന്ന് മനുഷ്യൻ മുഴുവനും ഭയത്തിനടിമയാണ്. വല്ലാത്ത ഭയത്തിലാണ് ജീവിക്കുന്നത്. ചില ആളുകൾക്ക് ഇരുളിനെ ഭയമാണ്, മറ്റു ആളുകൾക്ക് പാമ്പിനെ ഭയമില്ല, വലിയ പേടില്ല. നാം എല്ലാം എന്തിനൊക്കെയോ ഭയത്തിനടിമകളാണ്. എന്നാൽ ഇവിടെ മറ്റെല്ലാ സ്ഥലത്തും ഈ സന്ദേശം ലഭിക്കുന്നിടത്തെല്ലാം നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ദൂതന്മാരോ സന്ദേശവാഹകരോ പറയുമ്പോൾ, ഈ ഹെരോദാവ് ഭയപ്പെടുമ്പോൾ അവനോട് ഭയപ്പെടേണ്ട എന്ന് ആരും പറഞ്ഞില്ല. കാരണം അവന്റെ ഭയത്തിന് അടിസ്ഥാനമുണ്ട്. ഭയത്തിന് അടിസ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തില് ഞാൻ വളരെ ചുരുക്കി പറയട്ടെ, ഹെരോദാവിന്റെ പ്രതി പ്രവർത്തനം എന്ന് പറഞ്ഞാല് അത് ഭയമായിരുന്നു, ഭ്രമിച്ചുപോയി. കർത്താവ് രണ്ടാമത് വരുമെന്ന് പറയുന്ന സമയത്ത് എത്ര ശക്തനായ വേദമാണെങ്കിലും 2-ാം സങ്കീർത്തനങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. അവിടെ രാജ്യത്തിന്റെ തലവന്മാരെല്ലാം ഒരുമിച്ച് സ്വർഗത്തിലെ കർത്താവിന് എതിരായിട്ട് കൂട്ടം കൂടി ആലോചിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 2-ാമത്തെ അധ്യായം സങ്കീർത്തനമാണ്. ഭൂമിയിലെ രാജാക്കന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി ഈ കർത്താവിനെ ഭയപ്പെടുന്നത് കൊണ്ട് അവനെ ആക്രമിക്കുവാനായിട്ട് ചതി ചെയ്യുന്നതായിട്ട് വായിക്കാനായിട്ട് സാധിക്കുന്നു. അവൻ അധികാരം പോകാതിരിക്കുവാൻ, ക്രിസ്തുവിന് അധികാരം കൈയാതിരിക്കുവാൻ മറ്റു ശക്തികളെല്ലാം ഒരുമിച്ച് കൂടി വന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കർത്താവ് രണ്ടാമത് വരുമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഭയമാണ് ആ വികാരം ഉണ്ടാകുന്നതെങ്കിൽ നിസ്സാരമായ പ്രശ്നം ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ചില ആളുകൾ പറയുന്നത് കർത്താവൊന്നും വരത്തില്ല, കാരണം വന്നാൽ കുഴപ്പമെന്ന് അറിയാം. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ ഭാഗം വിട്ടുകളയട്ടെ, ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഇതൊരു ശതാധിപന്റെ കഥയാണ്. ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുന്ന 100 പട്ടാളക്കാർക്ക് അധിപനായിരിക്കുന്ന ഫെലിക്സും ഭാര്യയും ഈ പൗലോസിനെ പിടിച്ചു കെട്ടി തടവിലാക്കി അവൻ കൈസർ സഭയെ ചൊല്ലി അങ്ങനെ ഫെലിക്സിന്റെ മുമ്പില് പൗലോസിനെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞ് അവനെ നിർത്തിയിട്ട് അവനോട് പ്രസംഗിക്കാൻ പറയുക. പ്രസംഗം കേട്ടിങ്ങനെ വന്നു. വളരെ സന്തോഷമായിട്ട് അവൻ ആ പ്രസംഗം കേട്ട് വന്നു. എന്നാൽ പർട്ടിക്കുലർ പോയിന്റ് വന്നപ്പോ ഈ ഫെലിക്സ് പറയും, പ്രസംഗം നിർത്ത്, നീ പ്രസംഗിക്കണം, നിന്റെ പ്രസംഗം ഇനിയും ഞങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഞങ്ങൾ വീണ്ടും നിന്നെ വിളിപ്പിച്ചോളാം, നീ ഇപ്പൊ നിർത്തിയേക്കാൻ പറ്റും. എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം ഞാൻ പറയപ്പെട്ടത്, ഞാൻ ഈ വാക്യം അവിടെ പറയുന്ന സമയം പോകുന്നുണ്ട്. 24-ാമത്തെ 25-ാമത്തെ വാക്യം അതിലെടുത്തൊന്ന് വായിച്ചേ. എന്നാൽ അവൻ നീതി ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി. കേട്ടോ, നല്ല വാർത്ത കേൾക്കാൻ പൗലോസിനെ വിളിച്ച് തടവുകാരനായിരിക്കുന്ന പൗലോസിനെ വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ട് നീതിയെ കുറിച്ചും അന്ത്യന്യായവിധിയെ കുറിച്ചും ഇന്ദ്രിയ ജയത്തെ കുറിച്ചും പൗലോസ് പറയാൻ തുടങ്ങിയപ്പോ പറഞ്ഞവിടെ നിർത്ത്, ഇനി നീ സംസാരിക്കുന്ന പേടിയായി. ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വരവ് അവന്റെ ഹൃദയം ചഞ്ചലിച്ചു പോയി, ഭയന്നു പോയി. കർത്താവിന്റെ സന്നിധിയിലെ കർത്താവിന്റെ സന്ദേശം ജോയിക്കുന്നത് ലോകത്തിന് സന്തോഷം പറഞ്ഞ കർത്താവ്, ആ കർത്താവിന്റെ വരവിന് സമാധാനം പറഞ്ഞ കർത്താവിന്റെ വാക്ക് ഹെരോദാവിന് ഭയമാണ് ഉളവാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമായി ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്നത്? ഞാൻ ചില സമയത്ത്
ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വായിക്കാൻ ഭയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്, യൂദായുടെ ലേഖനം. ഈ സത്യത്തിൽ ഭയമാണ് വേദപുസ്തകം ആ ഭാഗം വായിക്കാൻ. ഞാൻ കുറച്ചു കാലം മുമ്പാണ് നാട്ടിൽ വായിച്ച് പഠിക്കണമെന്ന് വിചാരിച്ച് അതിന്റെ കുറെ കമന്ററികളും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ 6ാമത്തെ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തിയിരിക്കുക. ഈ ധൈര്യം കിട്ടിയിട്ട് വേണം അടുത്ത് വായിക്കാൻ. ഈ ദൈവവചനം വായിക്കുമ്പോൾ അത് നമ്മളോട് സംസാരിക്കും. ഫെലിക്സിനോട് സംസാരിച്ചപ്പോൾ അവന് ഭയം വന്നു, അവന് വിറയൽ വന്നാണ് അവൻ വിശുദ്ധ വിവരിച്ചു പറയാൻ തുടങ്ങി. അവസാനിപ്പിക്കട്ടെ. ഒന്നാമത്തെ പ്രതികരണം ഭയത്തിൻ്റെതാണ്. രണ്ടാമത്തെ പ്രതികരണം നീതിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും അന്ത്യന്യായവിധിയെക്കുറിച്ചും പൗലോസ് പറയാൻ തുടങ്ങിയപ്പോൾ അവന്റെ മനസ്സ് പതറിപ്പോയി, ഭയപ്പെട്ടു. ഹെരോദാവ്, ദ ഗ്രേറ്റ് ഹെരോദാവ്, അവൻ ദൈവത്തിന്റെ വചനം കേട്ടപ്പം, കർത്താവ് ജനിച്ചു എന്ന് കേട്ടപ്പം അവൻ ഭയന്നു പോയി, ഭ്രമിച്ചു പോയി. ഇവിടെ ഒരു വളരെ ശക്തമായിരിക്കുന്ന ഒരു വ്യക്തി, 3 പട്ടാളക്കാർക്ക് അധിപനായിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അവൻ ഭ്രമിച്ചു പോയി. രണ്ടാമത്തത്, a time of worship, a new revelation for Machar. വിദ്വാൻമാർക്ക് ഈ ക്രിസ്തുവിന്റെ ജനനം ആരാധനയിൽ പുതുദർശനം പ്രാപിക്കുന്നതായിരുന്നു. അവർ അതുവരെയും ആരാധിച്ചു വന്ന സിസ്റ്റം എല്ലാം മാറ്റിക്കളഞ്ഞു. ദിവസം വായിക്കും മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 12ാമത്തെ വാക്യം വായിക്കുമ്പോ ഇങ്ങനെയാ വായിക്കുന്നത്: ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ആരാധനയുടെ മഹത്വം വീണ് നമസ്കരിച്ചു. നമ്മുടെ ആരാധന രീതികളെ പ്രകാരം വീണ് നമസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? പൗലോസ് അതിശക്തനായ വ്യക്തിയായിരുന്നു. അവന് ഗവൺമെന്റിന്റെയും യഹൂദ മതത്തിന്റെയും അധികാരപത്രമായിട്ട് പോകുമ്പോൾ നട്ടുച്ചയ്ക്ക് ആ വെളിച്ചത്തെക്കാൾ ഒരു വലിയൊരു വെളിച്ചം കാണുകയും അവൻ ഭയന്ന് താഴുകയും അവന്റെ കണ്ണ് കാണാത്ത അവസ്ഥയിലായി. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പ്രാപിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ആരാധന രീതികൾക്ക് ഒരു എളിമയുടെ ഭാവം വന്നിട്ടുണ്ടോ? വീണ് നമസ്കരിക്കുന്ന ഒരു അനുഭവം, വീണ് നമസ്കരിക്കുക. 5 മിനിറ്റ് പ്രസംഗം കൂടിപ്പോയാൽ വലിയ പ്രയാസമാണ് നമുക്ക്. വീണെടുത്ത് കിടന്ന് കല്ലെടുത്ത് വീണ് കിടക്കുകയാണെങ്കിലും വചനം കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നല്ല അറിവുള്ള ആളുകള്, നക്ഷത്രത്തെ ഗണിച്ചതിന്റെ ഭാഗ മനസ്സിലാക്കുവാൻ അറിവുള്ള ആളുകള്, വാനനിരീക്ഷകരായിരിക്കുന്ന ആളുകള്. ചരിത്രം പറയുന്നത് അവർ 3 രാജാക്കന്മാർ 3 സ്ഥലത്തു നിന്നാണ് വന്നത്. യെരൂശലേമിന്റെ അടുത്തെത്തിയപ്പോഴാണ് ഒന്നിച്ചെന്ന് പറയുന്നത്. പക്ഷെ അവർ ആരാധിക്കുമ്പോ മറിയയുടെ മുമ്പിലല്ല വീണത്. വീണത് എവിടെയാ? മറിയോട് കൂടെ കണ്ട് അരമുമ്പിൽ വീണു. കർത്താവിന്റെ മുമ്പിൽ, കുഞ്ഞിന്റെ മുമ്പിൽ വീണു. ശരിക്കും വായിക്കണം. ആ ശിശുവിന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. ആരാധന രീതിക്ക് വ്യത്യാസമാണ്. അതുവരെ വാനത്തെ നോക്കിക്കൊണ്ട് നടന്നത്, അതുവരെ നക്ഷത്രത്തെ പിന്തുടർന്നത്, വഴികാട്ടിയായിട്ട് രക്ഷകന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ആരാധന രീതിക്ക് വ്യത്യാസമുണ്ടായി. ആലയത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകും. അത് സമ്മതിക്കാത്തൊരു സംഭവമാണ്. ആരാധിക്കാൻ ആലയത്തിൽ വരാതിരിക്കുക. വന്നാൽ രൂപാന്തരം ഉണ്ടാകുമെന്ന് ചിന്താൻ അറിയുന്നത് കിട്ടത്തില്ല. 2 മിനിറ്റ് കൂടുതലെടുത്താൽ എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ കാണാൻ പറ്റുന്ന രീതിയിൽ സമയം. 5 മിനിറ്റ് കൂടുതലെടുത്താൽ കുഴപ്പമില്ലല്ലോ. ഉണ്ടോ? ഉള്ളവരുടെ കൈവല്ലേ? കൈവയ്ക്കാൻ അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കത്തുള്ളൂ.
ഇനി അത് കയ്യിൽ കൊടുത്തു. ഒന്ന്, ഹെരോദാവ് ഭ്രമിച്ചു പോയി. രണ്ട്, ആരാധനയ്ക്ക് പുതിയൊരു രീതിയും പുതിയൊരു ദർശനവും ലഭിച്ചു. യെശയ്യാവ് ദൈവവേലക്കാരൻ തന്നെയായിരുന്നു. അവൻ രാജകൊട്ടാരത്തിലെ സകല സുഖ സൗകര്യത്തോടും കൂടെ വേല ചെയ്യുമ്പോഴാണ് ഉസിയ രാജാവ് മരിച്ചു പോയത്. അവന്റെ ആഫീസ് കൂട്ടി. കൊച്ചു മലയാളത്തിൽ യെശയ്യാവിന്റെ ആഫീസ് കൂട്ടി. കാരണം രാജകൊട്ടാരത്തിൽ പിന്നെ കയറാൻ പറ്റത്തില്ല. അവന്റെ ആശ്രയം എല്ലാം പോയി. അവന്റെ ആശ്രയം രാജകൊട്ടാരത്തിലെ സുഖ സൗകര്യമായിരുന്നു. രാജാവ് മരിച്ചപ്പോൾ അത് ആർപ്പാട് കുഴപ്പമായി. അങ്ങനെ അവൻ പ്രയാസപ്പെട്ട് ഭയപ്പെട്ട് ഒരു ദൈവാലയത്തിൽ ഇരുന്നപ്പോ 6-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് അവന് ദൈവത്തിന്റെ ദർശനം കിട്ടി. ദൈവം ആരാന്നുള്ള ദർശനം കിട്ടി. താഴെ വീണു. അയ്യോ, അവൻ പരിശുദ്ധൻ 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 എന്ന ദൈവദൂതന്മാര് ആരാധിക്കുന്ന കണ്ടപ്പോ അതുവരെ വലിയ വേലയുടെ യെശയ്യാവ് താഴെ വീണു. മനസ്സിന് എന്തെങ്കിലും രൂപാന്തരം ഉണ്ടായിട്ടുള്ള ആരാധനയാണോ നമുക്കുള്ളത്? അവസാനിപ്പിക്കുക. മൂന്നാമതൊരു പറയാൻ അവസാനിപ്പിക്കുക. A time of confirmation and proclamation for shepherds. അവൻ അറിഞ്ഞ കാര്യം കൺഫേം ചെയ്യുകയും ഉറപ്പിക്കുന്നതും അതിനെ വിളിച്ചു പറയുകയും ചെയ്യുന്നതാണ് ക്രിസ്മസ്. എന്നാ അവർ കേട്ടത്? നിങ്ങൾക്ക് വേണ്ടി ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്നുള്ളത് അവർ കേട്ടു. ആ കേട്ട കാര്യം കൺഫേം ഉണ്ട്. 2-ാം അധ്യായം 15-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, നാം കേട്ടത് എന്താണ് ശരിയാണോ എന്ന് നാം ഒന്ന് കണ്ടറിയണം. ശ്രദ്ധിക്കണേ. You should confirm what you are believing. കൂടുതൽ കാര്യങ്ങൾ ദൈവം ഉള്ളിൽ വെളിപ്പെടുത്തി തന്നാൽ കൂടുതൽ സഫർ ചെയ്യണമെന്നാണ് അർത്ഥം. അതിനുവേണ്ടി നിൽക്കുന്ന വലിയ പ്രയാസമാണ്. ഇനി ഒരു വശത്ത് വരും, വഴി ഒരു വശത്ത് വരും. എന്നാൽ അതിന്റെ മധ്യത്തിൽ ലഭിച്ച ആ ദൈവകൃപയ്ക്ക് അടിസ്ഥാനപ്പെട്ട് നിൽക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. വില കൊടുത്തേ പറ്റൂ. മറ്റുള്ളവർ നിന്ന കേട്ടേ പറ്റൂ. കർത്താവിനെ പോലെ നിന്ദിക്കുകയും വഴിയേൽക്കുകയും തുപ്പേൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രൊക്ലമേഷൻ നടക്കത്തുള്ളൂ, പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. വാക്യം വായിച്ചു നോക്കി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആരെടുത്ത് വായിച്ചു? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ദൂതന്മാർ അവരെ വിട്ട് പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമിനോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണും. അതിന് ഉറപ്പിക്കും. കാണുന്ന വെള്ളത്തിൽ ചാടി നടക്കുന്ന വിശ്വാസമല്ല. വിശ്വാസം കർത്താവിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. എന്റെ മരണം സംഭവിച്ചാലും ഞാൻ ഈ കർത്താവിനെ വിട്ടു പോകത്തില്ല. അതാ വിശ്വാസം. കഴിഞ്ഞ ആഴ്ച എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കൺഫേം ചെയ്യണം. പിന്നെ അവർ വന്ന് പോയി പ്രൊക്ലെയിം ചെയ്തു. അവർ കണ്ടതും കേട്ടതും എല്ലാം പോയി വിളിച്ചു പറയാലോ. മറിയോട് പറഞ്ഞു, യോസഫിനോട് പറഞ്ഞു, തിരിച്ചു പോയി അത് തന്നെ പറഞ്ഞു. അവിടെ അതിന്റെ താഴോട്ട് വായിച്ചാൽ കാണാം. കൺഫേം ആൻഡ് പ്രൊക്ലെയിം. തിരുവത്താഴം എടുക്കാൻ കുറച്ച് കഴിയുമ്പോൾ വരും. ഈ തിരുവത്താഴം എടുക്കാൻ നിങ്ങൾ കടന്നു വരുമ്പോ യു ആർ കൺഫേം ആൻഡ് പ്രൊക്ലെയിം ജീസസ് ഈസ് കമ്മിങ് സൂൺ. അവൻ വരുവോളം അത് ചെയ്യും. നിങ്ങൾ അവിടെ വന്ന കൈ കൂപ്പി നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രഖ്യാപിക്കുക, കർത്താവ് ഇത് വന്നിട്ടില്ല, അവൻ വരാതെ. അതുകൊണ്ട് നമ്മൾ എടുക്കാൻ പറ്റില്ല. വന്നാൽ ഈ സംഭവത്തിന്റെ കാര്യം അത് റെഡി ടു പേ ദ പ്രൈസ്. ആയിരിക്കുന്ന സ്ഥലത്ത് എവിടെയും ആയിക്കോട്ടെ ഇതിനുവേണ്ടി വില കൊടുക്കാനും ഇത് പ്രൊക്ലെയിം ചെയ്യാനും ഉള്ള സമയമാണിത്. അതുകൊണ്ട് കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഞാൻ നോർത്ത് ഈസ്റ്റിൽ ഒരു ഗ്രാമം മുഴുവൻ രക്ഷിക്കപ്പെട്ട ഒരു കഥയുടെ സംഭവം എനിക്കറിയാം. ഒരു സുവിശേഷ പ്രവർത്തകന് യേശുവിന്റെ ഒരു സുവിശേഷ പ്രതി അവിടുത്തെ മൂപ്പന്റെ കയ്യിൽ കൊടുക്കും. കാരണം മൂപ്പൻ പറയാതെ ഒരു ഗ്രാമത്തിലും പോകാൻ പറ്റത്തില്ല, കയറാൻ പറ്റത്തില്ല. ഒരു സുവിശേഷ പ്രതി കൊണ്ടുപോയി മൂപ്പന്റെ കയ്യിൽ കൊടുത്തു. പിന്നീട് ഞങ്ങൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ അനുവാദം തരണമെന്ന് പറഞ്ഞാൽ കൊടുത്തത്.
ഈ മൂപ്പൻ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ആ മുളന്തണ്ടിനകത്ത് കയറ്റി വെച്ചു. ഒട്ടിയിരുന്ന മുളന്തുമ്പിനകത്ത് കൊടുത്ത ഈ സുവിശേഷ പ്രതി അതിനകത്ത് എടുത്തു വെച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ വലിയൊരു അഗ്നിബാധ ഉണ്ടായി. അത് കെട്ടുകഥ പറയുന്നതല്ല, സത്യം. വലിയൊരു അഗ്നിബാധ ഉണ്ടായപ്പോ ഈ മൂപ്പന്റെ വീടിന്റെ ഒരു മുളന്തണ്ട് മാത്രം കത്താൻ നോക്കി. ആളുകൾക്ക് വലിയ സന്ദേഹം, ഇതെന്നാ സംഭവം. മുളന്തണ്ട് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഭദ്രമായിട്ട് യേശുവിന്റെ പടവും ഈ സുവിശേഷ പ്രതീതിക്കുക. അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് ഇതുകൊണ്ടാണത് നശിച്ചു പോകാത്തതെന്ന് മനസ്സിലാക്കി യേശു കർത്താവിനെ സ്വീകരിച്ചു. അത് ഗ്രാമം മുഴുവനും ആ വ്യക്തി മൂലം കർത്താവിന്റെ അടുത്തേക്ക് വില കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് ഈ പരിഹാസം എഴുതുവാൻ തയ്യാറാണ്. 1000 നാവുകള് നമുക്കെതിരെ വരും. അതിന്റെ മധ്യത്തിൽ കർത്താവ് രക്ഷകനാണെന്ന് പറയുന്നു, അവൻ സൗഖ്യം തരുന്നവനാണെന്ന് പറയുന്നു, അവൻ വീണ്ടും വരുന്നവനാണെന്ന് പറയുന്നു. നാവിന് ബലമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കൺഫേം ചെയ്യണം. ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? കൺഫേം ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് പ്രൊക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. നാം പ്രൊക്ലെയിം ചെയ്യാത്തതിന് കാരണം we are not confirmed our faith. നമ്മുടെ വിശ്വാസം എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരു നിമിഷം നമ്മൾ വരയ്ക്കാം. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 5 മിനിറ്റ് കൂടി പോയി. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ ശാന്തമായി നിങ്ങളോട് ചോദിക്കട്ടെ, ഹേരോദാവിനെ പോലെ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണോ തോന്നുന്നത്? വിദ്വാൻമാരെ പോലെ ആരാധിക്കണമെന്നുള്ള ആരാധ്യ പുരുഷനെ കണ്ടെത്തുന്നതാണോ നമ്മുടെ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നത്? ആ പാവപ്പെട്ട ആട്ടിടയന്മാരെ പോലെ ഒരു വിശ്വാസം കൺഫേം ചെയ്ത് ഉറപ്പിച്ച് ഇത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രൊക്ലെയിം ചെയ്യുവാനായിട്ടുള്ള തീരുമാനം നമ്മുടെ ജീവിതത്തിലാണ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. ഈ ക്രിസ്മസ് നാളില് ഞങ്ങൾ ഉറപ്പുള്ളവരായിരിക്കാനും ഒരുങ്ങാത്തവരായിരിക്കാനും സഹായിക്കണം. കർത്താവ് ഈ നാളുകളില് ജനം നശിക്കുന്നതായിട്ട് ഞങ്ങൾ പരിതാപപ്പെടുമ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുവാൻ ഞങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന നിന്റെ ഈ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ തിരുക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥലത്ത് ഒരു വാക്കുകൊണ്ടും അവരെ പ്രവൃത്തി കൊണ്ടും കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. ഞങ്ങൾ ചഞ്ചല ഹൃദയരായിട്ട് മാറുവാനിടയാക്കല്ലേ. ചഞ്ചലിക്കുന്ന ഹൃദയമുള്ളവരായി തീരുവാനിടയാകല്ലേ. ഞങ്ങളെ ഉറപ്പിച്ച് പറഞ്ഞേക്കണം. ഇനി എത്ര നാൾ ക്രിസ്മസ് ആഘോഷിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവേ. ഇനിയുള്ള നാളുകൾ കർത്താവിന് വേണ്ടി നിലനിൽപ്പാനും പ്രൊക്ലെയിം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. മശിഹാ തമ്പുരാന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും അവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.